ആ അടിപൊളി. നിന്റെ ടീം പൊട്ടിയിടി. നീ ഒന്ന് പോടാ. ഓ ഇതെന്താ ചന്തയാണോ? ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും മര്യാദക്ക് ഇരുന്നൂടെ? 2 മൈൻസ് തല്ലി പൊട്ടിച്ച് കളയും കേട്ടോ. ദോശ ഇടട്ടെ? അല്ല, ഒരെണ്ണം പറ്റി. ഒറ്റയിരിപ്പിന് 5-6 ദോശ കഴിക്കുന്ന ആളാണല്ലോ. 2 ദോശയല്ലേ കഴിച്ചുള്ളൂ. വയറിന് എന്തെങ്കിലും അസുഖമുണ്ടോ? കഴിക്കുന്നേ വേണ്ടാഞ്ഞിട്ടാടാ, ഇത്രയും മതി. ജാൻസിയുടെ ബീഫ് കറി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിന് ബീഫ് കിട്ടിയില്ല, ഇത് മീൻകറിയാ. ആ മീൻകറിയെങ്കിൽ മീൻകറി. നീ 1-2 ദോശ എടുത്തേ. മതിയാക്കിയ ആളല്ലേ. ഇപ്പൊ ജാൻസിന്റെ മീൻകറി കണ്ടപ്പോ വീണ്ടും ദോശ വേണം. എനിക്ക് ഇച്ചിരി മീൻകറി. പിള്ളേരെ കണ്ട ഇനി ജാൻസി എനിക്ക് വിളമ്പിത്താ. റെഡി ഒന്ന് പെട്ടെന്ന് വാ. അവള് റെഡിയാവാ മോനെ. അല്ല ഞാൻ പോവാ. അവളോട് ബസ്സിന് വരാൻ പറ. പ്രായമായി വരുന്നുള്ള വിചാരമൊന്നും ഇല്ല നമ്മുടെ മോൾക്ക്. എടി അതൊന്നും പറയല്ലേ, അവര് തമ്മിൽ ഫ്രണ്ട്സാ. നമ്മുടെ കാലത്ത് അതൊന്നും അല്ലല്ലോ. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ലവ് ലെറ്റർ എന്നതിന് അപ്പനെ വിളിച്ചോണ്ട് വന്നതിന് ശേഷം ക്ലാസ്സിൽ കയറ്റിയത്. അത് അന്തക്കാലം. അത് അന്തക്കാലം. നാട്ടുകാരെന്ത് പറയും? ഇപ്പൊ തന്നെ നമ്മുടെ മോളും ആ പ്രസിഡന്റിന്റെ മോനും തമ്മിൽ പ്രേമത്തിലാന്നാ എല്ലാരും പറയണേ. പറയുന്നവര് പറയട്ടെ ജാൻസി. ഇനിയിപ്പൊ അവര് തമ്മിൽ പ്രേമമാണെങ്കിലും എനിക്ക് വിരോധമില്ല. എന്താ വിമലെ, നീ എന്ത് പറയുന്നടി? നിന്റെ കിഴങ്ങൊക്കെ പോകുന്ന ഞാൻ കണ്ടു. നീ കൊറേ കൂടെ സുന്ദരിയായില്ലേ? പഴയ പോലെ സ്നേഹമൊന്നുമില്ല. ആ പോവാണോ? ഇന്നെന്താ ഇത്ര നേരത്തെ പോകുന്നേ? എന്നാന്നറിയാലോ ചേ, ഈയിടായിട്ട് നടുവിനൊരു ചെറിയ മേലായിക. ഉമ്മറത്താ രാത്രി ആയാലും പകലായാലും ഉമ്മ തന്നെയല്ലേ. കുഞ്ഞെ ഈയിടായിട്ട് നിന്റെ പോക്ക് റൂട്ട് വിട്ടേച്ചാ. ഉമ്മയൊക്കെ കൊടുക്കുന്ന കൊള്ളാം, കൂടെ ഒരു വാപ്പ ആവില്ല കേട്ടോ. പെട്ടെന്ന് വണ്ടി എടുക്കടാ. വണ്ടി നീ എസ്റ്റേറ്റോട്ട് വിടും. മുതലാളി നല്ല സുന്ദരനാണല്ലോ. ഒരുപാടൊക്കെ വർദ്ധിക്കല്ലേ. ചാക്കോ, താനും നിന്നെ. താൻ പറഞ്ഞിട്ടാണോടോ എന്റെ പെണ്ണും പിള്ള ആ കിളവനും കൂടി എന്നെ പറ്റി പ്രസിഡന്റ് അടുത്ത് പോയി പരാതി പറഞ്ഞത്? പറയടോ. എന്താ ഇയാളെ നാവന്റെ ഇറങ്ങിപ്പോയോ? പറയടോ. എടാ മോനെ ടോബി, നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണാവണം. അപ്പൊ അവളെ സംരക്ഷിക്കേണ്ട ചുമല നിനക്കാ. ഇങ്ങനെയുള്ള വർത്തമാനൊന്നും പറയല്ലേ. നീയും കാശ് മോഹിച്ച് ഒരുക്കി ഇറക്കിക്കൊണ്ട് വന്നല്ലേ? നീ എന്തോ വർത്തമാനോടാ ഈ പറയുന്നേ? ഞാൻ ആരുടെയും കാശ് മോഹിച്ചോടൊന്നല്ല ഇറക്കിക്കൊണ്ടുവന്നു. ഒരുമാതിരി വൃത്തിയോട്ട് വർത്തമാനം പറയല്ലേ. നീ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാരും കൂടി പണിത് എന്നെ പാർട്ടിന്ന് പുറത്താക്കിയാൽ, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ആ കിളവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് പുറത്താക്കും. എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ? നീ പോടാ. നിന്റെ തരത്തിപ്പുകൾ. നിന്റെ കളി പാറമട ടോമിയോട് വേണ്ട കേട്ടടാ. ഒരു പ്രശ്നം വന്നപ്പോ ഒറ്റ ഒരുത്തനും ഇല്ല. പ്രസിഡന്റിന്റെ കളിയാ ടോമിച്ച. അന്വേഷണം വരുമ്പോ എന്റെ പേര് പറഞ്ഞേക്കല്ലേ. DSS പ്രസിഡന്റിന്റെ കത്ത് വായിച്ചപ്പോ കൈയടിച്ച നാറിയ നീയൊക്കെ. എന്റെ കൂടെ നിഴല് പോലെ നിന്ന് ഞാൻ അവിഹിതമായി ഉണ്ടാക്കിയതിന്റെ പങ്ക് പറ്റിയവന്മാരാ നീയൊക്കെ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീയൊക്കെ ശരിക്കും അനുഭവിക്കും. നോക്കിയോ. ആരടാ അത്? ഇവനെയൊക്കെ മനുഷ്യന്റെ കണ്ണിലേക്കാണ് ലൈറ്റ് അടിക്കുന്നത്. ആരടാ അത്? ഞാനാടാ. ഓ നീയായിരുന്നു. അതേടാ ടോമി. ഓടാ. എന്നെ തീർക്കാവുന്നതാണോ ഞാൻ?